വാളയാർ കേസിൽ സത്യം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരുമെന്ന് മന്ത്രി എം പി രാജേഷ്. സംസ്ഥാന സർക്കാരിനും പോലീസിനുമെതിരെ പറഞ്ഞത് വ്യാജമായിരുന്നു, രാഷ്ട്രീയ ലക്ഷ്യം വെച്ചായിരുന്നു പ്രചാരണമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ എന്നും എം പി രാജേഷ് ചോദിച്ചു. CBI അന്വേഷണം ആരാ ആവശ്യപ്പെട്ടത്? CBI അന്വേഷണം ആവശ്യപ്പെട്ടു. ഇപ്പോൾ സംസ്ഥാന സർക്കാരിനും പോലീസിനെതിരായിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യാജമായിരുന്നു എന്നും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് മനസ്സിലായില്ലേ? ഈ സത്യത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. സാജിദ അജ്മൽ വിവരങ്ങൾ നൽകാനായി ചേരും. സാജിദ, വാളയാറിൽ ഈ മാതാപിതാക്കളെ കൂടെ പ്രതിയാക്കിയതിലാണ് ഇപ്പോൾ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. മന്ത്രിയുടെ സത്യം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും, രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഗൂഢാലോചനയാണ് നടന്നതെന്ന് വ്യക്തമായില്ലേ എന്ന് കൂടി അദ്ദേഹം ചോദിക്കുന്നു. കൃത്യമായ കാര്യങ്ങൾ എന്താണ് അദ്ദേഹം വിശദമായി വ്യക്തമാക്കിയത്? വാളയാർ കേസിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ എം ബി രാജേഷിന്റെ ഇന്നത്തെ പ്രസ്താവനയ്ക്ക് ചില രാഷ്ട്രീയ മാനങ്ങൾ കൂടിയുണ്ട്. കാരണം 2017 ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ ഈ എം ബി രാജേഷിനെതിരെയും അതുപോലെ തന്നെ നിതിൻ കണിച്ചേരിക്ക് എതിരെയും ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ആത്മഹത്യ ചെയ്ത പ്രതിയായ എം മധുവിന് വേണ്ടി ഈ കോടതിയിൽ അവരെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചു എന്നുള്ളൊരു ആരോപണമാണ് എം ബി രാജേഷിനെതിരെ അന്ന് പ്രധാനമായും ഉയർന്നിരുന്നത്. പക്ഷേ അത് കൃത്യമായ തെളിവുകളോ മറ്റും ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു ആരോപണമായി നിലനിന്നിരുന്നു. അതിന് ശേഷം ഈ സർക്കാരിനെതിരെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഈ പ്രതികളെ വെറുതെ വിട്ടതിന് പിന്നാലെയാണ്. പ്രോസിക്യൂഷൻ തികഞ്ഞ പരാജയമായിരുന്നു, അന്വേഷണ സംഘം പരാജയമായിരുന്നു എന്നിവയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് നമുക്കറിയാം AK ബാലൻ പട്ടികജാതി വകുപ്പ് മന്ത്രി ആയിരിക്കെയാണ് നടത്തിയ ചില പ്രസ്താവനകളും വലിയ വിവാദത്തിൽ ആയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുട്ടികളെ അറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് കൂടാതെ ഈ കുട്ടി രണ്ടാം അച്ഛനാണ് ഇവർ, അത് ഇവരുടെ പിതാവ് എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എന്ന് പറഞ്ഞപ്പോൾ അത് ആരാണ് അച്ഛൻ എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിരുന്നു. ഇത് വിവാദത്തിലേക്ക് വഴിതെളിച്ചിരുന്നു. പിന്നീട് AK ബാലന്റെ വീട്ടിലേക്ക് ഈ അമ്മ ഉൾപ്പെടെയുള്ളവർ മാർച്ച് നടത്തുകയും ചെയ്തിരുന്നു. പിന്നീട് CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞ പശ്ചാത്തലത്തിൽ AK ബാലൻ പറഞ്ഞിരുന്നു CBI ആണ് വരുന്നത്, നിങ്ങൾ ഓക്കെ അല്ലേ എന്നുള്ള രീതിയിൽ ചോദിച്ചിരുന്നു. അതായത് വന്നു കഴിഞ്ഞാൽ അതിൽ ഈ രക്ഷിതാക്കളും കുടുങ്ങുമെന്നുള്ള ഒരു ധ്വനി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അന്ന് ഉണ്ടായിരുന്നു. അതായത് സംസ്ഥാന സർക്കാരിനെതിരെയും അന്ന് മന്ത്രിയായിരുന്ന AK ബാലനെതിരെയും വലിയ വിമർശനങ്ങൾ ഉന്നയിച്ച് ഈ കുടുംബം തന്നെയാണ് CBI വേണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ട അവസാനം CBI അന്വേഷണം വന്നു. അതിനുശേഷം ഇപ്പോൾ ഇതാ മാതാപിതാക്കൾ തന്നെ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സത്യം ഒരു കാലത്ത് പുറത്തു വരും, അത് വൈകിയാണെങ്കിലും എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ AK ബാലൻ MB രാജേഷ് പറയുന്നത്.